ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു തേങ്ങയും മുളകൊക്കെ കൂടി അരച്ചൊരു നല്ലൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻസും അതുപോലെ ലൈക്കൊക്കെ തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് എങ്ങനെ കറി തയ്യാറാക്കണമെന്ന് നോക്കാം ഇനി. അപ്പോൾ ഇത് കുറച്ച് തേങ്ങ, ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് ഇട്ടത്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു 3-4 കീറ് കുടംപുളി, നല്ല പുളിയുള്ള കുടംപുളിയാണിത്. പിന്നെ ഈ പച്ചമുളക് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ കേട്ടോ, നല്ല എരിവായി മുളകിന്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ അരച്ച് വെച്ചേക്കണത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം മീനിന് ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ, വളരെ കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. മീനിന് ഒത്തിരി വേവൊന്നുമില്ല. ഒത്തിരി നേരം കിടന്ന് മീൻ വെന്തിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഈ അളവിനൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. നമുക്കത് അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ ഇനി അത് അവിടെ നിന്ന് തിളച്ചിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി അതവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോൾ ഞാൻ ഈ വെളിച്ചെണ്ണ കുറച്ച് ചേർത്തിട്ടാണ് മീൻ കറി വെക്കാറ് കേട്ടോ. അപ്പോൾ ചിലരൊക്കെ ലാസ്റ്റ് വെളിച്ചെണ്ണ ചേർക്കണതാണ്, ഞാൻ ആദ്യമേ ചേർക്കൂട്ടോ. ലാസ്റ്റ് വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ എനിക്ക് ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് എടുത്ത് മുന്തി നിൽക്കും പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചേർക്കും. ഇത് ഇപ്പുറത്തെ അടുപ്പത്ത് ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരപ്പ് തിളച്ചിട്ടുണ്ട്. നമുക്കിനി മീനിട്ട് കൊടുക്കാം. ഇത് പരവ മീനാണ് കേട്ടോ. നിങ്ങളൊക്കെ എന്താ മീൻ പറയണമെന്ന് എനിക്കറിയില്ല. ഇത് ഞങ്ങളിവിടെ പരവ മീൻ എന്നാണ് പറയണത് കേട്ടോ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറി ഏകദേശം ഒന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഉള്ളി താളിച്ചൊഴിക്കാം. ഉള്ളി താളിച്ചൊഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചതാണ്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഒന്ന് ഉള്ളി താളിച്ചൊഴിക്കണം എന്നുള്ളൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ് കേട്ടത്. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും അതുപോലെ പുട്ടിനും ഗോതമ്പിൻ്റെ പുട്ടിനൊക്കെ നല്ല കോമ്പിനേഷനാണ് ഇതുപോലെ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പം എല്ലാവർക്കും എൻ്റെ മീൻ കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പം സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് മീൻ കറി റെഡിയാക്കി നോക്കട്ടോ. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം.